ഇപ്പോഴും വരെ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ. എന്താണ് സംഭവിക്കാൻ പോകണമെന്ന രീതിയിൽ നിന്നും വളരെ ഇതായിട്ട് മോഹൻലാലൊക്കെ ആ ഒരു പഴയ രണ്ടിനെക്കാട്ടിയും സസ്പെൻസ് ഒന്നും എത്താത്ത രീതിയിൽ നിൽക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത്, ആരാണ് മോഹൻലാലിൻ്റെ പിറകിൽ, ഇപ്പോഴും വരെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇനിയാണ് നമ്മൾ ആ ഒരു ടെൻഷൻ കണ്ടില്ലേ, സൂപ്പറായി വല്ലാത്തൊരു ടെൻഷനിൽ നിൽക്കുകയാണ്. ജിത്തു ജോസഫ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ പണ്ടേ പറഞ്ഞ കണക്ക് മറ്റു ഓൺലൈനിൽ നിന്നും അതൊന്നും അല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പർ, നല്ലതായിരിക്കുമെന്ന് ക്ലൈമാക്സ് വേണ്ടി കാത്തിരിക്കുകയാണ്. സൂപ്പറായിരിക്കും. കാരണം ഇൻ്റർവെല്ല് കൊണ്ട് നിർത്തിയേക്കുന്നത് തന്നെ ഒരു മനുഷ്യന് അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. ട്വിസ്റ്റ് ഉറപ്പാണ്, ജിത്തു ജോസഫ് പൊളിക്കും, അതാണ് 100%. കാരണം അങ്ങനെയാണ് ആ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് നിർത്തിയേക്കുന്നത്. ആർക്കും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്താണ് നിങ്ങൾ മുന്നോട്ട് സംഭവിക്കാൻ പോകണമെന്ന് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഉറപ്പായിട്ടും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അതായത് എന്തോ ബിൽഡ് ചെയ്യണം അവർ കുറച്ച്. എനിക്കൊന്നും സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ചാർജ് ആവുമെന്നാണ് തോന്നുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇൻ്റർവ്യൂ പഞ്ച് കൊണ്ടൊന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരാൾ എൻ്റർ ചെയ്യണുണ്ട്, അത് സംഭവമാണ്. അത് എന്തായാലും കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ ഒരാൾ വരണമുണ്ട്. എന്തായിരുന്നാലും സെക്കൻഡ് ഹാഫിലായിരിക്കും തോന്നുന്നു കുറച്ചുകൂടെ കൊളുത്തി ഇൻ്റർവ്യൂടോടുകൂടി ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഇൻ്റർവെൽ ക്ലൈമാക്സിനോട് കൂടി എൻ്റെ മോനെ ഇത് തീർന്നെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് കനലാണ്, ഒരു തരി എവിടെയോ ബാലൻസ് ഉണ്ട്, അതിങ്ങനെ കത്തി കയറുകയാണ്. എൻ്റെ അമ്മ കട്ട വെയിറ്റിംഗ് സെക്കൻഡ് ഹാഫിലേക്ക്. ഒരു രക്ഷയുമില്ല, സൈലൻറ്റ് മോഡാണ്. ഫസ്റ്റ് ഓൾമോസ്റ്റ് പറയാം സൈലൻറ്റ് മോഡാണ്. നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ഇനിയിപ്പോൾ ഒരു പടം കാണണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ടോ സെക്കൻഡ് പാർട്ടോ കാണണമെങ്കിൽ ഒരു ആവശ്യമില്ല. ഈ പടത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു സ്ലോവിലി പോകുന്നുണ്ട്. ഇത് എവിടെയോ തീർന്നെന്ന് അവസാനിച്ചതാണ്, ആ തരി അവിടെ അവസാനിക്കുന്നുണ്ട്. പക്ഷെ അത് കത്തി 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 ആളുകൾ. കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. നല്ല രീതിയിൽ ഞാൻ എന്താണോ ലാലേട്ടനിൽ നിന്ന് കുറേ നാളായിട്ട് പ്രതീക്ഷിച്ചത് ആ ഒരു പെർഫോമൻസ്, അഭിനയമല്ല, ലാലേട്ടൻ ജീവിക്കുകയാണ്. ലാലേട്ടനും മീനയും ജീവിക്കുകയായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ അമ്മയായതുകൊണ്ടായിട്ട് ഒരു പക്ഷേ റിലേറ്റ് ആവുന്നത്, ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു വേവലാതിയുണ്ട്. ഒരു പയ്യൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നവരുള്ളൊരു ഒരു ഒരു ടെൻഷൻസ് അത് ഈ സിനിമയിൽ തെളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ലാലേട്ടൻ മിന്നിച്ചു. പടം ഈ ആദ്യത്തിൻ്റെ അത്ര ഇതുവരെ ത്രില്ലിംഗ് ഇല്ല. പടം വളരെ സ്ലോവിലാണ് പോണത്. ഇതുവരെ വെച്ച് നോക്കുമ്പോൾ പടം സ്ലോ ആണ്. പിന്നെ ഒരുപാട് സസ്പെൻസ് ഉണ്ട്. ഇൻട്രോളിന് ഏസം എങ്ങനെയാണെന്നറിയാം. പക്ഷേ ഇൻട്രോൾ വരെ പടം വളരെ സ്ലോ ആണ്, സീരിയൽ പോലെയാണ് പോകുന്നത്. അങ്ങനെ ഒരു ത്രില്ലിംഗ് ആയിട്ടൊന്നുമില്ല. ആദ്യത്തെ ഭാഗം സെക്കൻഡ് ഭാഗം പോലെ ഒരു ത്രില്ലിംഗ് ഇതുവരെ ഇല്ല. ഇൻട്രോളിന് ഏസം എങ്ങനെയാണെന്ന് അറിയാം. പടം ഭയങ്കര സ്ലോ ആണ്.